Nat, our new YouTube channel. Please support and subscribe. അപ്പോൾ നമ്മളെ ന്യൂ ഇയർ പ്രോഗ്രാമിനുള്ള യാത്ര ജസ്റ്റ് ഞങ്ങൾ തുടങ്ങുകയാണ്. ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ച് ഇതുണ്ട്, വണ്ടി സെറ്റ് ചെയ്ത് വെച്ച്. യെസ് ക്യൂബ്സ്. ഓക്കെ, ടേക്ക് ദ ബാഗ്. യാത്ര തുടങ്ങുകയാണ്. ഇത് അതെ, അടിപൊളി ഹാപ്പി ജേണി ആയിരിക്കും. അപ്പോൾ വി ആർ വിഷിംഗ് യു ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. വഴിയിൽ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് കാരാപ്പുഴേൻ്റെ സൈഡാണ്. ഇവിടെ ആളുകൾ ഇവിടെ വലയിട്ടുണ്ടാവും, കാണുന്നില്ല, രാവിലെ തന്നെ എടുക്കും. ഈ ഏരിയയിൽ സ്ഥലം കട്ട്ല, ടോഗ്, മറ്റേ ഫിലോപ്പി, ഇതെല്ലാം നമുക്ക് ഇവിടെ രാവിലെ 7 വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഈ റോഡ് മാത്രമാണ് ചെറിയൊരു മോശം. അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറച്ച് ഫുൾ കട്ടറാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ചെറിയൊരു മഴക്കാറുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു മൂടൽ കണ്ടത്. അല്ലെങ്കിൽ നല്ല ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ ഉച്ച സമയമാണ്, എന്നിട്ട് പോലും ഇങ്ങനെ മൂടി ഇതായ കൊണ്ടാണ്. അല്ലെങ്കിൽ അടിപൊളി ഏരിയ ആണ്. ജംഗ്ഷനാട്ടോ. ഇവിടെ നിന്നാണ് നമ്മളെ റിസോർട്ടിലേക്കുള്ള വഴി. അവിടെ ഒരു ചെറിയൊരു സൈൻ ബോർഡ് ഉണ്ട്, അതുകൊണ്ട് കാണുന്നില്ല. റിസോർട്ട് 700 മീറ്റർ അടുക്കും. ഞങ്ങളിതാ ജസ്റ്റ് ആ റോഡിലേക്ക് കയറി. റോഡിലൊരു ചാണം ഉണ്ടായിരുന്നു, കയറിയില്ലെന്ന് തോന്നുന്നു. ഞാൻ ഫോണിൽ ശ്രദ്ധിച്ചതുകൊണ്ട് കയറിയെന്നറിയില്ല. എന്തായാലും കുഴപ്പമില്ല. ഇതാ പോവാണ്. ഏകദേശം കാലാവസ്ഥ മാത്രം കുറച്ചൊരു മൂടലുണ്ട്. കുറച്ച് കഴിയുമ്പോൾ തെളിയെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ആൾവാസം ഉള്ളൊരു സ്ഥലമുണ്ട്. അത് ഇവിടുന്ന് നമ്മൾ അടുത്ത ജംഗ്ഷൻ ഒരു ഇതെടുത്തു. ഇവിടുന്ന് ഇനി നേരെ റിസോർട്ടിലേക്കുള്ള വഴി കേട്ടോ. ഏകദേശം ചെറിയ വഴികളാണ്, കാരണം കുറച്ച് പീസ് ഓഫ് മൈൻഡ് ഒക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം. കാരണം കുറച്ച് ഉള്ളിലാണ്. ഇവിടെ പിന്നെ റേഞ്ചിൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അത്യാവശ്യം റേഞ്ച് ഉണ്ട് തോന്നുന്നു. ഇപ്പോൾ അങ്ങോട്ടേക്ക് എന്താണെന്നറിയില്ല. ഇതാ ഇവിടെ കുറച്ച് കോളനി സൈഡൊക്കെയാണ്. ഈ സൈഡുകളിലൊക്കെ ഒരു കാണുന്നത്. നമ്മൾ ഏകദേശം എത്തിയത് ആ ഒരു ഇത് കാണുന്നതാണ് നമ്മളെ റിസോർട്ട്. അത് അവിടെ ഒരു വെട്ടുകല്ല് കണ്ട. അവിടുന്ന് നേരെ നമ്മളെ റിസോർട്ടിലേക്കുള്ള വഴിയാണ്. ഏകദേശം എത്തി. പണ്ടത്തെ വീടിൻ്റെ എൻട്രൻസിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ഇതുണ്ടോ, ഒരു കവാടമൊക്കെ ഉണ്ട്. മിസ്റ്റ് മോർണിംഗ് റിസോർട്ട്. ഇതാണ് നമ്മുടെ റിസോർട്ട്. നമ്മളിപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ടാണ് മിസ്റ്റ് മോർണിംഗ്. ഓക്കെ, നിറച്ച് ഉണ്ടാവും മുളകളൊക്കെ ഇതായിട്ട് നല്ല ഭംഗിയായിട്ടോ. ഇതുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോയാൽ വേറെ വണ്ടികളൊന്നുമില്ല. അപ്പോൾ ഞങ്ങളാണെന്ന് തോന്നുന്നു ഇന്നത്തെ ആദ്യത്തെ ഗസ്റ്റ്. ഞങ്ങൾ ജസ്റ്റ് വന്നേ ഉള്ളൂ. ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്, അത് ഇവരെ റിസോർട്ടുകാരെ തന്നെ വണ്ടിയാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഇതുണ്ടോ, ഞങ്ങൾ മെല്ലെ ഇവിടെ മെല്ലെ സൈഡാക്കട്ടെ. നമ്മളെ ടീംസ് അതാ വന്ന് അതിനുള്ളിലേക്ക് കയറ്റി. അപ്പോൾ എല്ലാവരെയും റിസോർട്ട് ഇതാ നമ്മളെ അപ്പ് വന്നിട്ടുണ്ട്, ഇറങ്ങി. ഹായ്. കോട്ടേജസ് ആട്ടോ. ഇതൊന്ന് ഫുൾ ബാമ്പു ആണ്. പിന്നെ ഒന്ന് ആ കോട്ടേജ്, അത് കുറച്ച് മണ്ണിൽ സെറ്റ് ചെയ്തിട്ടുള്ള കോട്ടേജാണ്. അപ്പോൾ കുഞ്ഞു നിച്ചപ്പോൾ ചിത്തു എല്ലാം ഒന്ന് സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സേഫ്റ്റി ആണ് നമ്മൾ എവിടെ പോയാലും ആദ്യം നോക്കുന്നത്. അതുകൊണ്ട് അവിടെ അപ്പ് ഇതാണ്ടോ, ആ റൂം ഫുള്ള് സാനിറ്റൈസ് ചെയ്ത് തരുന്നുണ്ട്. ഇവിടെ ചിത്തു ഇതാ നിരത്തി അടിക്കുന്നുണ്ട്. ഇതാണ്ട് റൂം കേട്ടോ, നല്ല സൂപ്പർ. സാനിറ്റൈസർ ഇതാണ് അല്ല ഇവിടെ ഭംഗിയുള്ള അറേഞ്ച് ചെയ്ത് ലഗേജ് എല്ലാം വെച്ച്. ഇവിടെ നമുക്ക് ചെറിയൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഈ ബാൽക്കണീന്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ,
നേരെ ഇവിടെ നമ്മളെ കാരാപ്പുഴ ഡാം, അതിന്റെ മേലൊരു കുന്ന്. ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തന്നെ ഭയങ്കര സുഖമാണ്. ഓക്കെ, ഇവരെ കാണുന്നില്ല എന്നുള്ളൊരു പരാതിയാണ്. അതുകൊണ്ട് ഞാനും തമ്പുരുത കുറച്ച് മാറി നിന്നിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇതണ്ട, നേരത്തെ കോട്ടേജ് ഞങ്ങൾ കാണിച്ചു തന്നു. ഞങ്ങൾ ഫുഡിന് വേണ്ടി പോവാണ്. എന്തൊക്കെ ഐറ്റംസ് എന്നൊന്ന് നോക്കട്ടെ. എല്ലാവരും ചിൽ മൂഡിലാണ് കേട്ടോ. കാരണം ന്യൂ ഇയർ ആണ്. ഇത് ഈ ഒരു ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അരണമല പോയി വന്നപ്പോൾ പറഞ്ഞപ്പോൾ തൊട്ട് എല്ലാവരും ഞങ്ങൾ ശരിക്കും കസിൻസ് എന്ന് പറയാൻ പറ്റില്ല, ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. ആ റേഞ്ച് ആണ്. ഞങ്ങൾ കണ്ടോ, ഓരോരുത്തരെയും പറയുമ്പോഴുള്ള എനർജി ഉണ്ടോ, ഒരു വാക്കുകൾ കൊണ്ടുപോലും അത് പറഞ്ഞ് നിർത്താൻ കഴിയുന്നില്ല. ഈ സ്നേഹവും സന്തോഷവും കാലാകാലം ഉണ്ടാവട്ടെ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയുള്ളൂ ദൈവത്തിനോട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. ഇനിയും നല്ല നല്ല വീഡിയോസ് ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. അപ്പോഴാണ് ഞങ്ങളെ ക്യാമറ എടുക്കുന്നത് വളരെ കറക്റ്റായിട്ട് A to Z കാര്യങ്ങൾ അവൻ ശ്രദ്ധിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു. ഞങ്ങളപ്പോൾ ജസ്റ്റ് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ, രേഷ്മ മറ്റേ ഇത് നടക്കുന്നുണ്ടോ, റാമ്പ് ഇതെല്ലാം നടന്നാണ്. പക്ഷേ അവൾക്ക് ചമ്മലായി പോയി. അവളോട് ജസ്റ്റ് അവൾ പിൻവാങ്ങി. പിള്ളേര് നടക്കുന്നതാ, ജിത്തു അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ എങ്ങനെയാണ് നടക്കണ്ടേന്നുള്ളത് ജിത്തു ശരിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കുന്നുണ്ട്. ഇതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാണ് കേട്ടോ. നോക്കി റാമ്പ് അയ്യ കണ്ടോ, അതൊക്കെ ഒരു നമ്മൾ സിനിമയിലും ഇതിലൊക്കെ കാണുമ്പോ, പക്ഷെ നമുക്കത് പറ്റും. പക്ഷെ നമ്മളത് ഫോളോ ചെയ്യണം. പക്ഷെ ഈ ചമ്മലൊക്കെ വരണോ കേട്ടോ. മക്കള് വരെ തമ്പുരു നിച്ചപ്പൻ അതെ ഇതുണ്ടോ, സ്റ്റാച്ചു പോലെയാണ് നിക്കുന്നത്. നന്ദു കുഞ്ഞു നോക്കി, വാട്ട് എ ബ്യൂട്ടി. അറ്റ്മോസ്ഫിയർ ഭയങ്കര. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. മുന്നിൽ തമ്പുര് നടക്കുന്നുണ്ട്. ഇപ്പൊ ഇവര് റാമ്പ് കാണിച്ചു കൊടുത്താൽ അവൾ ആ ഒരു ആക്ഷൻ കാണിച്ചാണ്. അപ്പു അത് ഓടുന്നു. നമ്മളെ മല്ലൻ അപ്പുവാണ് എന്താ നിച്ചപ്പൻ. ഇതാ കണ്ടോ തമ്പുരു. അവരാ ഒരു അതേണ്ടോ, അതിന്റെ ഇടയിലേക്ക് കുഞ്ഞ് ജസ്റ്റ് ഒന്ന് ഓടി കയറിയതാണ്. നോക്കണ്ട. ഫ്ലസ്കർക്ക് അവിടെ ഉണ്ട്. നമ്മളെ ഫുഡെല്ലാം സെറ്റായിട്ടുണ്ട്. ഞങ്ങളത് കഴിക്കാൻ വേണ്ടി ജസ്റ്റ് ഇതാ അങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഫുഡെല്ലാം ഒരു എന്തൊക്കെയാണ് ഐറ്റംസ് ഞങ്ങൾ ഈവനിങ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ 2 ടേബിളും കൂടി ഒന്നാക്കാണ്. അതിൽ ആവേശപരമായിട്ട് ജിത്തു ഒത്തിരിയും എഫോർട്ട് എടുത്തിട്ട് കസേരകളെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. രേഷ്മയും കുഞ്ഞും സഹായിക്കുന്നുണ്ട്. മക്കൾ 2 കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരു സിംഗിൾ ടേബിളിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു തീരുമാനമാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിന്റെ നേരെ ഈ ബേക്കിൽ കാണുന്നുണ്ട് അവരെ കിച്ചൺ ടേബിളിലേക്ക് നല്ല ചിക്കൻ കൊണ്ടെന്ന് വെച്ചപ്പോ തന്നെ അപ്പു ഉണ്ടോ അതില് പിഴിയാൻ തുടങ്ങി. നാരങ്ങനീര് പിഴിഞ്ഞ് കഴിക്കുന്നത് എല്ലാവർക്കും ഇതിൽ ഈ കൂട്ടത്തിലുള്ള എല്ലാവരും ഭയങ്കര താല്പര്യമാണ്. എന്ത് സംഭവം ഉണ്ടാക്കിയാലും ഇതിന്റെ അപ്പുറത്തെ പപ്പടം ബാക്കി ഐറ്റംസ് വരുന്നുള്ളൂ. കുട്ടിക്കൊക്കെ വിശക്കുന്നുണ്ട്. കുഞ്ഞാവെല്ലാം പ്ലേറ്റ് ജസ്റ്റ് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പു ജിത്തു നിച്ചപ്പൻ ഇതാ ഒരു കസാരയിലിരുന്നു. കുഞ്ഞൊക്കെ ചാടി പിടിച്ച പ്ലേറ്റ് വന്നു. ഏറ്റവും ഞങ്ങളുടെ കൂട്ടത്തില് ഈ ഗ്യാങ്ങിൽ ഏറ്റവും ഭക്ഷണം കുറച്ച് കഴിക്കുന്ന ഒരു കുട്ടിയാട്ടത്. അതായത് ഭയങ്കര ഇതാണ്, പക്ഷെ വളരെ കുറച്ച് ഫുഡ് കഴിക്കുള്ളൂ. ഇതാ നമ്മളെ പിള്ളേര് ഇതാ അടുത്ത ഞാൻ നേരത്തെ കാണിച്ച ഐറ്റംസ് എല്ലാം വന്നു. അവർക്കെല്ലാം ജസ്റ്റ് ഒന്ന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കഴിച്ചിട്ട് ഒരു കഴിക്കില്ല. നിങ്ങൾക്ക് സെർവ് ചെയ്യാം. നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു വീട്ടിൽ വന്നൊരു ഫീലാണ് കേട്ടോ. ഇവിടെ റിസോർട്ടിൽ വന്നാൽ നിങ്ങളൊരു ചാൻസ് ഉണ്ടെങ്കിൽ മോർണിംഗ് മിസ്റ്റിൽ നിർബന്ധമായിട്ടും വരണം. സോറി മിസ്റ്റി മോർണിംഗ്, പേര് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. മിസ് മോർണിംഗ് കേട്ടോ. ലെഗ് പീസിനാണ് ഇവിടെ നമ്മൾ ചിക്കൻ വറുത്ത് കഴിഞ്ഞാൽ ചിക്കനോട് താല്പര്യം എല്ലാവരും ഒരു പ്രശ്നമാണ്. ഈ ലെഗ് പീസ് ഉണ്ടെങ്കിൽ അത് ചാടി പിടിച്ചെടുക്കുക എന്നുള്ളത് ഒരു മലയാളികളുടെ ഒരു സ്വഭാവമാണ്. ഈ പൊറോട്ടയും ബീഫിനോടുള്ള ഒരേ താല്പര്യം ഈ ലെഗ് പീസിന് എല്ലാവർക്കും. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ തിന്നിട്ടില്ലേ അത് എടുത്തൊന്ന് കടിച്ചു വലിക്കുക. നമ്മളെ സിനിമകളിലൊക്കെ ഇന്ദ്രൻസ് ഒക്കെ കടിച്ചു വലിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ, ആ ഒരു ഫീലാണ്. സ്നേഹപൂർവ്വം കുഞ്ഞും എനിക്കൊരു
പീസ് എടുത്ത് എൻ്റെ പ്ലേറ്റിലേക്ക് വെച്ച് തന്നിട്ടുണ്ട്. ഏറ്റവും വലുത് കണ്ടോ. ഞാൻ ഇത് നമ്മളെ വീഡിയോസ് എല്ലാം ചെയ്യുന്നതും കൊണ്ട് വലിയ പീസ് തന്നെ എനിക്ക് എടുത്ത് വെച്ച് തന്നിട്ടുണ്ട്. നമ്മള് റൈസ് വരുന്നുണ്ട്, ചിക്കൻ വരുടാ, ഡോണ്ട് വറി. അവർക്കുള്ള ചിക്കന് ഇത് കാര്യങ്ങളെല്ലാം ഇതാക്കാണ്. അപ്പം ഞാൻ ബാക്കി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, താങ്ക് യു. എല്ലാവരും കയറി കുഞ്ഞു രശ്മി അത് കണ്ടുകൊണ്ട് ആസ്വദിക്കുന്നുണ്ട്. പൂളുണ്ട് കേട്ടോ, ഇപ്പോൾ അലൗഡ് അല്ല, കാരണം ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി പൂളാണ്. അപ്പോൾ നമ്മളെ ഉച്ചയ്ക്ക് കിട്ടിയ മീൻ കേട്ടോ, കട്ടിലാണ്. ഏകദേശം ഒരു 7-8 കിലോളം, 8,400 മീൻ കേട്ടോ. ഈ കാണുന്നത് 8 കിലോ ഉണ്ട്. ഇതുണ്ടോ, അപ്പോൾ പൊക്കിയിട്ട് അവന് ശരിക്കും പറഞ്ഞാൽ പൊന്തുന്നില്ല. ആ സിമ്പിളായിട്ട് പിടിച്ചു. കഴുകണം. എങ്ങനെയുണ്ട്? അടിപൊളി. പ്ലേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പോരെ, ഞാൻ പോട്ടെ. കഴിഞ്ഞ കുറച്ച് വറക്കാൻ വേണ്ടി എടുത്തു വെച്ച പീസുകളാട്ടോ. ഇത് കണ്ടില്ലേ, എന്നിട്ട് തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഇത് കണ്ടു. നമ്മൾ കൊണ്ടുവന്ന ബീഫ് അവര് ഫ്രൈ ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ബീഫ് ഫ്രൈ ആണ് ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ്. ഇതിന് കൂടെ പൊറോട്ട ഉണ്ട്, പൊറോട്ട ഇപ്പോൾ വരും. ഞങ്ങൾ ജസ്റ്റ് ബീഫ് ഫ്രൈ ഇങ്ങനെ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനുള്ള നമ്മൾ നേരത്തെ കണ്ട മീനില്ലേ, അത് വെട്ടി ഫ്രൈ ആയിട്ട് ഇത് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ നല്ല പൊരിച്ച്, ഇത് കണ്ടാൽ തന്നെ ഇതാണ്ടോ കൊതി കൊണ്ട് അവൻ ഇത് എടുക്കുന്നു. ഞാൻ എടുക്കലേ പറഞ്ഞതാണ്ടോ, ഫുള്ള് എടുത്ത് പിടിച്ചു. ഇപ്പം തന്നെ കഴിക്കും. ഞാൻ വേഗം എടുത്തതാ. ടേസ്റ്റ് എങ്ങനെയാണ് നോക്കേണ്ടത്? ഇതു എങ്ങനെയുണ്ട്? സത്യസന്ധമായിട്ട് പറ. സൂപ്പർ. കാരണം നമ്മളെ കാരാപ്പുഴ ഡാമിൽ ഒരു കൃത്രിമ വസ്തുക്കളും ഇല്ലാതെ സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് അപ്പൊ തന്നെ ഉണ്ടാക്കി തന്ന സാധനം നമ്മൾ കണ്ടതാണ്. അടിപൊളി ടേസ്റ്റ് ആണ്, ഒന്നും പറയാനില്ല. ജിത്തുവിന് ഒരു അഭിപ്രായ വ്യത്യാസമല്ല, കാരണം അടിപൊളി ടേസ്റ്റ്, സൂപ്പറാന്ന് പറയുന്നത്. നന്ദു, രേഷ്മ, അപ്പു, അച്ചു, നിങ്ങളെ ഇതും കൂടി പറയാം. എന്താ സ്ഥിതി? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. നമ്മളെ യങ്ങർ ചൈൽഡ്ഹുഡിയാണ് നമ്മുടെ കുഞ്ഞു. നോക്കട്ടെ കുഞ്ഞുവിന്റെ അഭിപ്രായം എന്താ നോക്കട്ടെ. സത്യസന്ധമായ ഇത് പറഞ്ഞാൽ മതി. പ്രിപ്പറേഷൻ മീൻ അടിപൊളി. പ്രിപ്പറേഷൻ എങ്ങനെയുണ്ട്? പ്രിപ്പറേഷൻ അടിപൊളിയാണ്. അടിപൊളി. ഓക്കെ, സൂപ്പറാണ്. അപ്പൊ ഇവരെല്ലാവരും അഭിപ്രായം എങ്ങനെയാണ്? അപ്പൊ ഇവരെല്ലാവരും അഭിപ്രായം അതാണെങ്കിൽ 100% എന്റേത് അതായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കടാ. പറഞ്ഞ പിള്ളേര് പറഞ്ഞു സൂപ്പർ. ഇനി നമ്മളെ നിച്ചപ്പ മാത്രമല്ല, നമ്മളെ ഏറ്റവും നിച്ചപ്പ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൂപ്പറാ, കണ്ടോ? സൂപ്പറാട്ടോ, അടിപൊളി ഫിഷാണ്. ശരിക്ക് ഒരു ചെളീന്റെ ചൊവ്വ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടുന്ന് തീർച്ചയായിട്ടും ഈ ഫിഷ് വാങ്ങിയിട്ട് എന്തായാലും കഴിക്കണം. മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു എവരിവൺ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞങ്ങള് ജസ്റ്റ് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് പോകുന്നുണ്ട്. അച്ചു മാത്രം പാവം, ഇന്നലത്തെ വെള്ളക്കുപ്പിയൊക്കെ തീർന്നതും കൊണ്ട് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഈ പുഴ കടന്നിട്ട് അപ്പുറം പോകാനുള്ള പരിപാടി. അപ്പോൾ അവന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കുപ്പികളെല്ലാം എടുത്തിട്ടുണ്ട്. നന്ദു എവിടെടാ? ജിത്തു വന്നു, പിള്ളേര് സെറ്റ് റെഡി. ഇനിയിപ്പോൾ ആകെ ഞങ്ങളെ ഗ്യാങ്ങിൽ നന്ദു മാത്രമേ വരാനുള്ളൂ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നന്ദു പ്ലീസ് കം. യെസ്, ദ മാസ്റ്റർ എൻട്രി. പൃഥ്വിരാജിനെ പോലെ വരുന്നുണ്ടോ? ഉണ്ടോ? പോക്കറ്റിൽ എന്തൊക്കെയോ തിരികുന്നുണ്ട്. എന്താ അത്? ഫോണാല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകട്ടോ. യെസ്, അതാ വിജയ്. യെസ്, ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങളിതാ ഈ പുഴയില്ല, അതായത് ക്രോസ് ചെയ്ത് അപ്പുറം പോകും. ഞങ്ങൾ ജസ്റ്റ് പൊട്ടത്തോണി ഇത് ക്രോസ് ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ? കുറച്ച് ഇതുണ്ട്. ഇതിൽ ആളുകളെ കയറ്റണമെങ്കിൽ കുറച്ച് പണി. തമ്പുരീന്ന് കയറ്റടാ, ഞാൻ കയറിക്കോ. തമ്പുരീന് കയറ്റ ജിത്തു, തമ്പുരീനെ പിടിക്കും, ഞാൻ എന്നിട്ട് കയറിക്കോളാം. ണ്ട് ഞങ്ങളെ സാരഥി രമേശ് ചേട്ടനാണ്. ഓക്കെ ഗൈസ്,
We will wait there. No. ഒന്നാവില്ല. This is the journey. ഹായ് തമ്പുരുക്കുട്ടി ഇങ്ങോട്ട് നോക്ക്. അവര് നിൽക്കുന്ന വ്യൂ അവർ ഞങ്ങൾ പോകുന്ന നോക്കുക കേട്ടോ. കാരണം എല്ലാവർക്കും പേടിയുണ്ട്. പിന്നെ ഞങ്ങൾ ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം മക്കളെയും കൊണ്ട് ഞാനും ജിത്തും കയറിയത്. ആദ്യത്തെ ചെക്കന്മാരൊക്കെ ബേക്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ടോ. ഞങ്ങൾ ഏകദേശം സെൻറ്റർ ഓഫ് ദ പുഴ എത്തിയിട്ടുണ്ട്. പറയാൻ പറ്റില്ല, അത് ആ ഒരു ഫീലാട്ടോ. വൗ സൂപ്പർ. രമേശേട്ടൻ ലീവ് ആക്കിയിട്ടാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. രമേശേട്ടാ താങ്ക് യു കേട്ടോ. ന്യൂ ഇയറിൽ ഞങ്ങൾ വലിയ നല്ലൊരു തുടക്കമാണ്. എല്ലാവർക്കും വളരെ ഭംഗിയുള്ളൊരു വർഷമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. രമേശേട്ടൻ ഇവിടെ മീനൊക്കെ പിടിക്കാൻ പോകലുണ്ടോ? മീൻസ് തോണിയും കൊണ്ട് രാത്രി പോയില്ല, ഇട്ട് വെക്കും. വൈകുന്നേരം ഇട്ടും നമ്മൾ രാവിലെ എടുക്കും. ചൂണ്ടലിട്ട് വെച്ചിട്ടുണ്ട് ഇന്നലെ കുടുങ്ങിയ പോലെ. അത് നമ്മൾ ഇന്നലെ കിട്ടിയ മീൻ, ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയ എത്ര കിലോ ആ മീൻ ചൂണ്ട കുടുങ്ങിയതാ? തണ്ടാടി അങ്ങനത്തെ വലകൾ യൂസ് ചെയ്യാറുണ്ടോ അവിടെ? ഉണ്ടല്ലേ. അവരങ്ങനെ ജീവിക്കുന്നത്. ഓ ആ ഏരിയയിലുള്ള ആളുകൾ അല്ലേ. ഇവിടെയൊക്കെ ഭയങ്കര ആഴാണോ ഈ ഏരിയ ഒക്കെ? നമ്മളെ ആ തിണ്ടില്ലേ അതേപോലത്തെ തിണ്ടാണ് താഴെ വരെ. എവിടെ? ഇവിടെ വരെ സെന്റർ വരെ. അതിന്റെ ഹൈറ്റിലെ വെള്ളമല്ലേ? ആ വീട്ടിൽ നിൽക്കുന്നുണ്ടോ? ആ വീട്ടിലൊക്കെ കരയിലാണ്. വീട്ടിൽ നോക്കി അത്ര വീട്ടിയാണോ തുമ്പ് അത്ര കാണുന്നുള്ളൂ. അത്രയും ഹൈറ്റിൽ വെള്ളമാണ് കേട്ടോ. അത്രയും ഹൈറ്റിൽ ഇവിടെ വെള്ളമുള്ള സ്ഥലമാണ്. കാരണം ഇത് നമ്മൾ കണ്ടപ്പോൾ പെട്ടെന്ന് ക്രോസ് ചെയ്യാന്നാണ് വിചാരിച്ചിട്ട്. പക്ഷെ നോക്ക് അത് നേരെ തഴഞ്ഞിട്ടും നമ്മൾ ഏകദേശം വേണമെങ്കിൽ നമുക്ക് ഇത്രയും ഗ്യാപ്പ് ഉണ്ടോ? ഇത്രയും ഗ്യാപ്പിൽ വേണമെങ്കിൽ നീന്താം. ഏതാ ആ റൗണ്ടിലാ? അതെന്താ അവിടെ വെള്ളം കുറവാണ്. ഓ കരയാണ്. ഇനി കരയെത്തി. കരയെത്തി ഇവിടെ കാഴം കുറവാ? ഇവിടെ ഈ പായൽ കഴിഞ്ഞാൽ കരയാണ്. ഇത് ഈ പായലുള്ള സ്ഥലം വരെ നല്ല ആണാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് കരയായിരിക്കും. ആളില്ല, ആഴം കുറഞ്ഞ സ്ഥലമാണ്. ഇവരും നോക്കടാ ഇപ്പൊ ഹായ് ഹായ് പറയണ്ട. ഹായ് പറ. അതാ മൊബൈലിൽ കണ്ടു മാമൻ കണ്ടു. ഒരു പേടിയില്ല. ഇതാ ഇറങ്ങിട്ടോ. അപ്പോൾ രമേശ് ചേട്ടൻ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ നമ്മളെ ബാക്കിയുള്ള ഗ്യാങ്ങിനെ കൂട്ടാൻ ജസ്റ്റ് തോണിയെടുത്ത് ഇങ്ങനെ പോവാണ്. തമ്പൂരിനും ഈച്ചപ്പനും വന്ന് ഇതാണ്ടോ നമ്മളെ പിള്ളേർ സെറ്റ് ഇവിടെ ഇരുന്നു. അയ്യവാ എങ്ങനെയുണ്ട് മക്കളെ? സൂപ്പർ. നമുക്ക് ആ മലേൻ്റെ മേലെ കയറണ്ടേ? ഇവിടെ ചെറിയൊരു കുന്നുണ്ട് കേട്ടോ. ഈ കുന്നിൻ്റെ മേലെ കയറിയാൽ നല്ല വ്യൂ ആണ്. ഞങ്ങൾ ജസ്റ്റ് അതിലൊന്ന് കയറണം എന്നുള്ളൊരു ചെറിയ പരിപാടിയിലാണ്. ആമ്പലുകളുണ്ട്, പക്ഷെ അവിടെ പോയി പറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് കണ്ട് ആസ്വദിക്കണം.